വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ പുതിയ സെമസ്റ്ററിലെ പുതിയ കോഴ്സിലേക്ക് കടക്കുകയാണ്. ഈ കോഴ്സിൽ വി ആർ ഡീലിംഗ് വിത്ത് ടു ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ദ ഫസ്റ്റ് വൺ ഈസ് പൈത്തൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലാറ്റക്. സോ ഫസ്റ്റ് ലെറ്റ് us get into പൈത്തൺ. സോ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പൈത്തൺ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫ് ഐഡിയ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പൈത്തൺ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി python.org എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഒരു വിൻഡോ, ഗൂഗിളിൻ്റെ അകത്ത് ഒരു വിൻഡോ കിട്ടും. അതിൻ്റെ അകത്ത് പൈത്തണിൻ്റെ ഒരു പൈത്തൺ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ്സ് എന്ന ലിങ്കിലെടുക്കുമ്പോൾ പൈത്തൺ 3.9.1 എന്നൊരു ഓപ്ഷൻ കാണും. പൈത്തണിൻ്റെ 2020 ഡിസംബർ 7 റിലീസായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് 3.9.1. ഇതിന് മുമ്പെയുള്ള വേർഷൻസുമുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും 3.6 ശേഷമുള്ള എല്ലാ വേർഷൻസും യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ ഡൗൺലോഡ് ദിസ്, ക്ലിക്ക് ഓൺ ദിസ് പൈത്തൺ 3.9.1. ഇനിയും നിങ്ങളിത് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ മാക് OS അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാക്കിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലിനക്സിൻ്റെ വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈത്തണിൻ്റെ വിവിധ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വിൻഡോസിൻ്റെ വേറെ ഏതെങ്കിലും വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വിൻഡോസ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേർഷൻസിലുമുള്ള വിൻഡോസ് 8ലും 7ലും ഒക്കെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ലിനക്സിൻ്റെ അകത്ത് കിട്ടാൻ വേണ്ടി ഈ ലിനക്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാക്കിൻ്റെ കേസിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ പൈത്തൺ. ഇതാണ് പൈത്തണിൻ്റെ സിമ്പിൾ. സോ ഡൗൺലോഡ് ദ പൈത്തൺ. വളരെ 26.9 MB സൈസുള്ള ഒരു ഫയലാണ്. വളരെ വേഗം തന്നെ ഡൗൺലോഡ് ആവും. ഇൻസ്റ്റലേഷൻ പ്രോസസ്സാണ് അടുത്തത്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പൈത്തൺ 3.9.1 AMD 64EXE എന്ന ടൈപ്പ് ഒരു ഫയൽ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ അപ്പോൾ ഓപ്പൺ ആകും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് വരുന്നതാണ്. പൈത്തൺ 3.9.1 64-bit. സോ ഇൻസ്റ്റാൾ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി പ്രൊസീഡ് ആകുന്നതാണ്. വെയിറ്റ് ഫോർ സം ടൈം. അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്പസമയത്തിന് ശേഷം പൈത്തൺ ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആകുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് പൈത്തണിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ചില പ്രോഗ്രാംസ് നമുക്ക് എഴുതി നോക്കാം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുക IDLE, ഐഡിൽ എന്ന് സെർച്ച് ചെയ്യുക. ഐഡിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഐഡിൽ വിൻഡോ വരും. പൈത്തൺ 3.9 64-bit. എൻ്റെ ലാപ്ടോപ്പിൽ പൈത്തണിൻ്റെ 3.8 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഐ ആം കറൻ്റ്ലി യൂസിങ് പൈത്തൺ 3.9 64-bit. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിതുപോലൊരു വിൻഡോ വരും. ഐഡിൽ ഷെൽ 3.9.1
പൈത്തണിൻ്റെ വേർഷൻ്റെ പേര് എൻ്റെ അകത്തുണ്ടാകും, ഡേറ്റ് ഉണ്ടാകും, കറക്റ്റ് ഡേറ്റ് ആണെങ്കിൽ, അതുപോലുള്ള ബാക്കി ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ടാകും. ഓക്കെ, സോ വി ഹാവ് ഇനഫ് ടൂൾസ് ടു റൈറ്റ് എ പ്രോഗ്രാം. സോ നമ്മൾ ആദ്യം ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, ഹലോ വേൾഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ദാറ്റ്, ദ കമാൻഡ് ഈസ് പ്രിൻറ്റ് hello world. And close it. And നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന ഔട്ട്പുട്ട് കാണിക്കും. സോ യു ഹാവ് സക്സസ്ഫുള്ളി റിട്ടേൺ യുവർ ഫസ്റ്റ് പ്രോഗ്രാം. നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം വിച്ച് യു ഹാവ് റിട്ടൺ. നൗ ഇൻ ഓർഡർ ടു സേവ് ദിസ് യു ഹാവ് ടു ക്ലിക്ക് നൗ യൂസ് സേവ്. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ പൈത്തൺ ഫയൽസ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊരു ഫയൽ എടുത്താലും ആ ഫയലിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡോക്യുമെൻ്റ് ആണെങ്കിൽ .doc, PDF ആണെങ്കിൽ .pdf എന്നുള്ളതായിരിക്കും എക്സ്റ്റൻഷൻ. പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ .py എന്നുള്ളതാണ് പൈത്തണിൻ്റെ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻസ്. സോ ഇവിടെ നമ്മൾ ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡാഷ്, അണ്ടർസ്കോർ തുടങ്ങിയവയൊന്നും പേരിൻ്റെ അകത്ത് കൊടുക്കരുത്. അപ്പോസ്ട്രോഫി പേരിൻ്റെ അകത്ത് തിരിക്കാൻ ശ്രമിക്കുക. സിമ്പിൾസും ഇൻറ്റിജേഴ്സും പ്രത്യേക സ്പെസിഫിക് ക്യാരക്ടേഴ്സും ഒന്നും പേരിൻ്റെ അകത്ത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഹലോ വേൾഡ് എന്നുള്ളതായിരുന്നു ഞാൻ റൈറ്റ് ചെയ്ത പ്രോഗ്രാം. സോ ഐ നെയിം ദ പ്രോഗ്രാം ആസ് ഹലോ. സോ ഈ പ്രോഗ്രാം നിങ്ങൾ പിന്നീട് ഈ പൈത്തൺ 39 ഇതിൻ്റെ പാത്ത് ഇവിടെ ഉണ്ട്, ലോക്കൽ പ്രോഗ്രാംസ് പൈത്തൺ 39 ഈ ഫോൾഡറിൻ്റെ അകത്ത് ഈ പ്രോഗ്രാം ഉണ്ടാകും. hello.py എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും ആ പ്രോഗ്രാം ഉള്ളത്. പൈത്തണിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഷുഡ് ബി റിട്ടൺ വിത്ത് ആൻ എക്സ്റ്റൻഷൻ .py. So we have successfully completed our first program. So further ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.